ഇന്നലെയോളം എന്തെന്നറിവില്ല, ഇന്നിനി നാളെയോ എന്തെന്നറിവില്ല. അയ്യോ, കണ്ടങ്ങിരിക്കും ജനങ്ങളെ കണ്ടില്ലെന്ന് നടിക്കുന്നതും ഭവാൻ. അയ്യോ, കിളവൻ പറ്റി തുടങ്ങി കാലത്തന്നെ പാരായണം. കണ്ടങ്ങിരിക്കും ജനങ്ങളെ കണ്ടില്ലെന്ന് നടിക്കുന്നതും ഭവാൻ. കണ്ടില്ലെന്ന് നടിക്കണ്ട, കണ്ടോണ്ടേ ഞാൻ ഇരിക്കുന്നത്. നേരം വെളുത്തില്ല, അതിനൊപ്പം കെട്ടിച്ചവഞ്ഞ് ഇറങ്ങിയിരിക്കുക. മനുഷ്യനെ മെനക്കെടുത്ത് ഇങ്ങനെ പെമ്പിള്ളേരെ വായി നോക്കി നിന്നിട്ടാ ഷുഗറും ബിപിയും കുറയാത്തത്. പോയി യോഗാസനം ചെയ്യും മനുഷ്യ. മാളിക മുകളിൽ ഏറിയ മന്നന്റെ തോളിൽ മാറാപ്പ് കേറ്റുന്നതും ഭവാൻ. അവളുടെ ഒരു ശൃംഗാരം. അയ്യടാ, ശൃംഗരിക്കാൻ പറ്റിയൊരു പട്ടരും. നിന്റെ കോന്തം കാമുകനെക്കാളും കൊള്ളാടി. എഴുന്നള്ളിയില്ലേ ആ നീർക്കോലി. പണ്ടേ എനിക്കിതാണി കോലം, ഓ നന്നേ മെലിഞ്ഞ ഒരു കോലം. പണ്ടേ എനിക്കിതാണ് കോലം, ഓ നന്നേ മെലിഞ്ഞ ഒരു കോലം. ഫാഷനും ലോഷനും മീശ പോലും പലവട്ടം വടിച്ചിട്ടും പണ്ടേ എനിക്കിതാണ് കോലം. ഹായ്, ഗുഡ് മോർണിംഗ് മിനിക്കുട്ടി. അപ്പോട്ടും കാലത്ത് തന്നെ നല്ല മൂഡിലാണല്ലോ. മനുഷ്യ മനസ്സ് സംഗീത സാന്ദ്രമായാലേ പ്രേമം ഉദിക്കൂ എന്ന് പറഞ്ഞിട്ടുള്ളത് ആരാണെന്ന് അറിയോ? ആരാ അപ്പോട്ടാ? മിനിക്കുട്ടിയുടെ സ്വന്തം അപ്പൂസ്. ഞങ്ങളുടെ കൺകണ്ട ദൈവമേ, എന്നത്തെയും പോലെ ഇന്നത്തെ ദിവസവും ഈ സോഡ കമ്പനി അടിവെച്ചുയരാനും ഞങ്ങളെ 4 പേരെയും ഐക്യത്തിൽ നിലനിർത്താനും ഞങ്ങളെ സഹായിക്കണമേ. ഞാനാണ് അപ്പു. ഈ സോഡ കമ്പനിയിലെ 4 പേരിൽ കവിഹൃദയമുള്ള ആളാണ് ഞാനെന്ന് പറഞ്ഞാൽ നിങ്ങളാരും ദേഷ്യപ്പെടരുത്. കാരണം പാരടിക്കവിയാണേ. ഓലത്തുമ്പത്തിരുന്നുയലാടും ചെല്ല പൈങ്കിളി എന്റെ ബാലഗോപാലനെ എന്നതെത്തി. പാല് പോലുള്ളൊരു പുഞ്ചിരി തൂകുന്ന മിനിക്കുട്ടി, ഞങ്ങള് സോഡ നിറയ്ക്കുമ്പം പാടണ പാട്ടൊന്ന് കേളടി. വെള്ളം കോരി നിറച്ചിട്ട് ഗ്യാസ് നിറയ്ക്കണ കാണടി. എല്ലും തോലുമായുള്ളൊരു കോലം എനിക്കെന്റെ കൈലടി. എന്റെ അമ്മേ, മനുഷ്യ, താഴെ കുപ്പി പൊട്ടിയതാ, നിങ്ങളുടെ ചങ്ക് പൊട്ടിയതല്ല. അങ്ങനെയാ? അവനെ എന്ന് ഞാൻ ശരിപ്പെടുത്ത. ഞങ്ങൾ ചെല്ലട്ടെ. കാലത്ത് എന്നെ കുപ്പി പൊട്ടിച്ചല്ലേ? കുപ്പിയല്ല മിനിക്കുട്ടി, എന്റെ ഹൃദയമാ പൊട്ടിയത്. എന്റെ ഹൃദയമാണ് പൊട്ടിയത്. കാശ് മുടക്കണ എനിക്ക് അതിന്റെ വിഷമം അറിയൂ. ഈ കമ്പനിയുടെ പേര് ഫോർ ഏസസ് എന്നല്ല, ഫോർ ആസസ്. അതായത് 4 കഴുതകൾ. അതിൽ പ്രധാന കഴുത നീ. എവിടെ പോടാ മറ്റേ കഴുതകള്? അവരൊക്കെ സെയിൽസ് ഇംപ്രൂവ് ചെയ്യാൻ പോയിരിക്കുക. ചേട്ടൻ ഈ നിസ്സാര കാര്യത്തിൽ എന്നെ തള്ളിയിട്ടത് തീരെ ശരിയായില്ല. നിസ്സാര കാര്യോ? തുടക്കം പാറ്റിട്ട നിസ്സാര കാര്യ? 75 പൈസയുടെ സോഡയിൽ പിന്നെ പാറ്റ അല്ലാണ്ട് പിന്നെ പൂച്ചനെ പിടിച്ചിടാൻ പറ്റുമോ? ഞാൻ കഴിഞ്ഞ ആഴ്ച ഒരു ഹോട്ടലിൽ നിന്ന് ഒരു ബിരിയാണി കഴിച്ചപ്പോ അതിനകത്തുനിന്ന് ഒരു ആണി. അതിനാര് സമാനം പറയും? അതിന് മുമ്പത്തെ ആഴ്ച ഐസ്ക്രീം പാർലറിൽ നിന്ന് ഒരു ഐസ്ക്രീം കഴിച്ചപ്പോ അതിനകത്തൊരു ലവ് ലെറ്റർ. അതിനാര് സമാനം പറയും? അല്ല ചേട്ടാ, ഈ പാറ്റ എങ്ങനെ സോഡാ കുപ്പിക്കകത്ത് കയറി? അതെനിക്ക് എങ്ങനെ അറിയാം? പോട്ടെ ചേട്ടാ, അബദ്ധങ്ങളൊക്കെ മനുഷ്യന് സാധാരണ സംഭവിക്കുന്നതല്ലേ. ചേട്ടാ കണക്ക് നോക്കി. നോക്കാനൊന്നുമില്ല. പുഷ്പൂലെ സിനിമാ വീക്കിൽ വാങ്ങി നടക്കാൻ 150 എനിക്ക് ഇങ്ങോട്ട് വരണം. എനിക്ക് ഇപ്പൊ കിട്ടണം. ഇപ്പഴാ? ഇപ്പൊ കിട്ടണം. ഇപ്പൊ ഞാൻ എവിടുന്ന് തരാനാ? ചേട്ടനൊരു കാര്യം ചെയ്യും, ഒരു 25 രൂപ എനിക്ക് കൂട്ടുകാരൻ തരാണ്ട്, പിന്നെ ഒരു 50 രൂപ ചിട്ടിയുടെ ബാക്കിയിട്ടാണ്ട്. അപ്പൊ എത്രേ? 75. പിന്നെ ഒരു 100 രൂപ അല്ലറയിലറായിട്ട് കിട്ടാണ്ട്. അപ്പൊ എത്രേ? 175. ചേട്ടന് ഞാൻ തരാനുള്ളത് 150 രൂപയല്ലേ? അപ്പൊ ഈ 175 150 കഴിഞ്ഞ ബാക്കി എത്ര ഉണ്ട്? 25. 25 അപ്പൊ തരും. നിനക്ക് ഇപ്പൊ തന്നെ തരണം. അയ്യോ, ഞാൻ സാബു, വീണെടുത്ത് കിടന്ന് ഉരുളുന്നവൻ എന്നൊക്കെ എല്ലാവരും എന്നെ കുറിച്ച് പറയാറുണ്ട്. പക്ഷെ നിങ്ങൾ അങ്ങനെ എന്നെ കുറിച്ച് പറയില്ലെന്ന് എനിക്കറിയാം, ഉറപ്പ്. ഞാനാണേ ബാലൻ. ഞാൻ എന്താണെന്ന് പറയുന്നതിനേക്കാൾ നല്ലത് എന്റെ പ്രവൃത്തി കണ്ടിട്ട് നിങ്ങൾ തന്നെ അങ്ങോട്ട് തീരുമാനിക്കും. ഈ നുറുക്കെന്താ വില? 50 പൈസ. 50 പൈസ നുറുക്കിന്? ഒന്നിന് 50 പൈസ. ദൈവമേ, അരിയുണ്ടാക്കി വട്ടൽ നുറുക്കിന് 50 പൈസ. ഈ കപ്പലിന്റെ വില? കപ്പലിന്റെ കിലോ 40 രൂപ. 40 രൂപ? ഈ മള്ളങ്ങളുടെ കപ്പലിക്ക് 40 രൂപ? അതേടോ. ഈ പൊരി എന്താ വില? താൻ എന്തായി കാണിക്കുന്നേ? അയ്യോ,
പൊരിയല്ലേ? ആ പൊരിയാണ്. ഞാൻ വിചാരിച്ചു പൊരിയല്ലെന്ന്. എന്തായാലും കുറെ നേരമായി ഒന്ന് ഇറങ്ങി പോടോ. ഹലോ, ഇങ്ങനെയാണെങ്കിൽ ആ ഇടപെട്ടിട്ട് ചാക്കിലേക്ക് ഒന്ന് തള്ളാമോ? എന്റെ പേര് ദിലീപ്. എനിക്കും എന്റെ ചങ്ങാതിമാർക്കും ഖുശ്ബു എന്ന് പറഞ്ഞ ജീവനാ. എന്ന് വെച്ചാ ജീവന്റെ ജീവൻ. ഇപ്പൊ തന്നെ ഏതാണ്ടൊക്കെ നിങ്ങക്ക് മനസ്സിലായി കാണുമല്ലേ? എന്താ അവിടെ ഒരു ബഹളം? പിന്നെ പ്രശ്നമായോ? ലോക്കലാണ് സ്റ്റേഡിയം. എന്റെ അമ്മേ, ഇത് സീരിയസ് ആണ്. എസ് ടി ഡി തന്നെ. വാ വാ. എന്താ അവിടെ ഒരു ബഹളം? ഏതാണ് ഈ പാർട്ടി? ഇത് പഠിച്ചില്ല. എന്താ എന്താ പ്രശ്നം? എന്താ പ്രശ്നമെന്നോ? ഞാനൊരു തിയേറ്റർ മാനേജരാ. ഈ എബ്രഹാം ജോൺ ഉണ്ടല്ലോ, ഞങ്ങളടുത്ത് ബുക്ക് ചെയ്ത പടം കുടുംബം ഒരു കാതലാ. എന്നിട്ട് കൊടുത്തയച്ചതോ സെക്സ് ഒരു കാതൽ. ഏത് തിയേറ്ററില്ല? ഇപ്പൊ പടം കാണാൻ ആള് കൂടി ഇരിക്കുക അവിടെ. അവരെ ഞങ്ങളുടെ കൈ കിട്ടിയ തല്ലി കാലൊടിക്കുന്നു പറഞ്ഞേക്ക്. അവനോട് പറഞ്ഞേക്ക് മര്യാദക്ക് ഞങ്ങളെ വന്ന് കാണാൻ. ഇല്ലെങ്കിൽ അവനിവിടെ താമസിപ്പിക്കുന്ന നിങ്ങളുടെ കൈയും കാലുമായിരിക്കും തല്ലി പിടിക്കാൻ പോണത്. വാടാ. ഇപ്പൊ മതിയായല്ലോ. ഞാൻ അപ്പോഴേ പറഞ്ഞതാ എന്റെ അപ്പാവ് ശ്രീധരൻ തന്ന പണം വല്ല ബ്ലേഡിലും കൊണ്ടിട്ടാ മതിന്ന്. അപ്പൊ ഇടിയാൻ ഉടനെ വീടുണ്ടാക്കണം, വാടകയ്ക്ക് കൊടുക്കണം. ഇപ്പൊ എന്തായി? ഇനി കയ്യും കാലില്ല നടന്നോ മനുഷ്യ? എന്താണ് ചിരിക്കുന്നത്? ഈ കൈയും കാലും ഇല്ലാത്ത സ്വാമിയെ കാണാൻ ഭയങ്കര ബോറായിരിക്കില്ലേ? നിങ്ങളൊക്കെ കൂടെ ഞങ്ങളെ കുത്തുവാൾ എടുപ്പിച്ച് അടങ്ങൂ. ഖുശ്ബു ഖുശ്ബു എന്ന് പറഞ്ഞ് ആ പെണ്ണിന്റെ പടം കാണാൻ നടക്കില്ലല്ലാതെ ഇതുവരെ 5 പൈസയുടെ വരുമാനം ഈ കമ്പനിക്ക് ഉണ്ടാക്കിയിട്ടുണ്ടോ? അയ്യോ എന്റെ അമ്മേ, ഓ എന്റെ അമ്മേ, ഉപ്പാലൊക്കെ ഉടഞ്ഞു പോയി എന്റെ. കേറിപ്പോടിയാത്ത നമുക്ക് നിൽക്കാതെ. അയ്യടാ, വാടക തന്നിട്ടാ ഞാൻ ഇവിടെ നിൽക്കുന്നത്. ഒന്ന് പോതല്ലേ? എന്റെ പൊന്നു മാരിയമ്മേ, ഇതിന്റെ അടിയിലുണ്ടായിരുന്ന ആട്ടക്കാരിയെ പറഞ്ഞയച്ച പാടെ എനിക്ക് അറിയാവൂ. ഇനി ചാട്ടക്കാരിയെ കൂടി എങ്ങനെയെങ്കിലും ഒന്ന് പറഞ്ഞയച്ചു തരണേ എന്റെ ഗുരുവായൂരപ്പ. ആ പെണ്ണിന്റെ വായി നോക്കി നിൽക്കണം. മോളിലേക്ക് നോക്കിയത്. ഏതായാലും ജോണേട്ടൻ അവിടെ ഇല്ലാത്ത ജോണേട്ടന്റെ ഭാഗ്യം. അതെ അതെ. ദാഹശമനം. അവിടെ മുങ്ങി ഇവിടെ പൊങ്ങി. അത് തന്റെ എബ്രഹാം ജോൺ. അത് നന്നായി. ഇല്ലെങ്കിൽ അവന്മാര് ശരിക്കും സാമ്പിൾ ഇട്ടേനെ. വിപ്ലവകരമായ ഓരോ മാറ്റത്തിന്റെയും പുറകിൽ മർദ്ദനത്തിന്റെയും ശകാരത്തിന്റെയും കഥകളേറെ ഉണ്ടാവും. കുടുംബ സദസ്സുകളിൽ കുടുംബം ഒരു കാതൽ, സെക്സ് ഒരു കാതലാക്കി മാറ്റാൻ കഴിവുള്ള വേറെ ഏത് ഫിലിം ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഉണ്ട് ഈ സിറ്റിയിൽ? അത് ശരിയാ, സെക്സ് ഒരു കാതൽ ഇടി ഒരു കാതലായി മാറിയത്. അതെ. എടാ നീർക്കോലി, നിന്റെ കരുനാക്കൊണ്ടൊന്നും പറയാതെ. നിനക്കൊക്കെ അറിയാമോ, കുമ്പളങ്ങിയിൽ തടത്തിൽ തറവാട്ടിൽ ഉണ്ണൂണ്ണി തരകൻ എന്ന് പറയുന്ന എന്റെ അപ്പൻ ഉണ്ണാതെ കെട്ടിപ്പിടിച്ചോണ്ട് കിടന്നിരുന്ന വെറും 50,000 രൂപയും കൊണ്ട് രായ്ക്ക് രാമാനം കടന്നു കളഞ്ഞവനാണ് ഈ മഹാനായ എബ്രഹാം ജോൺ. ഇപ്പൊ എന്റെ ലെറ്റർ കൊണ്ട് നിനക്കറിയോ എന്താണ് എന്റെ ആസ്തി? നിനക്കറിയോ? 500 രൂപ. അറ്റ് ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ്റ്റ്, ഇനിയും ഇടി മൊന്ത പോലെ വരുമ്പോ അനിയന്മാരെന്നെ ഒന്ന് സഹായിക്കണം. ഞാനെ ഒന്ന് കുടിച്ചോട്ടെ. ഇതിന്റെ പേരും സോഡ എന്നാണോ? കഷ്ടം. 60, 61, 62, 63, 64, 50, 65. 4 തൊഴിലാളികളുടെ ജോലി ചെയ്യുന്ന ഒരു സ്ഥാപനത്തില് ഒരു ദിവസത്തെ വിറ്റുവരവ് വെറും 65 രൂപ. അടിച്ച സോഡ 300, പൊട്ടിയത് 90. ഇന്നത്തെ ശമ്പളം മൊട്ട. സ്വാമിനെ വിളിച്ചിട്ടൊരു കാര്യമില്ല. ഇങ്ങനെ പോയാൽ എന്റെ കമ്പനി നിങ്ങൾ പൂട്ടിക്കും. പൂണൂൽ അവിടെ പൊട്ടിക്കും. എന്താടാ പൂണൂല് പൊട്ടുന്ന കാര്യം ഓർത്ത് ചിരിച്ചതാ. സ്വാമി, ശമ്പളം വാങ്ങാൻ മാത്രം കൈയിട്ടിയാ പോരാ, ജോലിയോട് കുറച്ച് ആത്മാർത്ഥത കാണിക്കണം. അതായത് സിൻസിയറിറ്റി. എന്റെ കമ്പനി നിങ്ങളുടെ കമ്പനി കൂടിയാണ്. എന്റെ ഭാര്യയുടെ അടുത്ത് ഞെരുങ്ങി കഴിയുന്ന ഞാൻ അതിൽ നിന്നൊന്ന് രക്ഷപ്പെടാൻ വേണ്ടിയാണ് നിങ്ങളോട് ഇത്രയും സ്വാതന്ത്ര്യമായി പെരുമാറിയത്. കാര്യം നിങ്ങൾ 4 പേരും കഴുതകളാണെങ്കിലും സ്നേഹമുള്ളവരാണെന്ന് എനിക്കറിയാം. സത്യം പറഞ്ഞാൽ
നിങ്ങളൊക്കെ തന്നെയാണ് എന്റെ ധനം. സ്വാമിയുടെ ധനമൊക്കെ ഞങ്ങളുടേത്. അതിന് ഇത്ര പൊളിക്കും. ഇലനക്കി സ്വാമിയുടെ ചെറുനക്കി കഴുതകളെ ഡേ ഒരിടിവെട്ട് വാർത്ത. അടുത്ത തിയേറ്ററിൽ ഖുഷ്ബുവിന്റെ പടം പോയി കാണണടാ. എന്നാലും എന്റെ കനകം ഊട്ടിക്കിടക്കുന്ന വീട് വാടകയ്ക്ക് കൊടുക്കുമ്പോൾ എന്നോട് ഒന്ന് ചോദിക്കാമായിരുന്നു. ഞാനെന്തിനാ നിങ്ങളോട് ചോദിക്കുന്നേ? ആ ആട്ടക്കാരിക്ക് വീട് കൊടുത്തതും 4 കുരങ്ങന്മാരെ വെച്ച് സോഡാ കമ്പനി തുടങ്ങിയതും എന്നോട് ചോദിച്ചിട്ടാണോ? എനിക്കറിയാം എന്നോടുള്ള വാശിക്ക നീ ആമ്പിള്ളേർക്ക് വീട് കൊടുത്തത്. ഏയ്, എനിക്ക് ഒരു രഹസ്യം എന്തോടെന്ന് കൂട്ടിക്കോ. എന്നെ കൊണ്ടൊന്ന് പറയിപ്പിക്കല മനുഷ്യ. പറയാനല്ലാതെ ചെയ്യാൻ എന്നെ കൊണ്ടൊന്നും പറ്റില്ലല്ലോ. ആ, എന്നാ ഞാൻ പറയുന്നത് കേട്ടിരുന്നാ മതി. അടുത്ത ആഴ്ച അവർ താമസിക്കാൻ വരും. നമസ്കാരം. ഹലോ. എന്റെ അമ്മേ, ഇത് ഏതാണ് ഈ ലഗേജ്? നീ എന്താടാ ഈ കാട്ടിയത്? ഹലോ ഏ? വാടാ. ഹലോ. ഹലോ, ആ? ഏ? ഞാൻ കുറുവച്ചൻ, ഇതെന്റെ അനിയൻ മാത്തച്ചൻ. ഇതാണോ വീട്? അതെ. താക്കോലോടെ ഇതാ. ഒന്ന് മാറി നിൽക്കണോ? ഏ? കറവുണ്ടോ? ഇരിക്കോ? എനിക്ക് 10-15 ലിറ്റർ പാല് വേണം. പാലോ? കുളിക്കാനായിരിക്കും. അല്ല, കുടിക്കാനാ. നീ ഒരു കാര്യം ചെയ്യ്, ഇപ്പൊ തന്നെ ചെന്ന് നമുക്ക് ആവശ്യമുള്ള വീട്ടിൽ സാധനങ്ങൾ കംപ്ലീറ്റ് വാങ്ങിച്ചു വെച്ചോ. അതെന്തിനാ? എടാ, ഇവനെ കണ്ടിട്ട് നാളെ മുതൽ നമ്മുടെ ഗ്രാമം പട്ടിണിലാന്ന് തോന്നണേ. എന്റെ അമ്മേ, ഒരു സാമ്പിൾ പോലും കിട്ടില്ലേ? എന്തിനാ കാണുന്നു? ചേച്ചി ഞങ്ങൾക്ക് ചെയ്തെന്ന ഉപകാരത്തിന് പകരം തരാൻ ഒരു സാധനം കൊണ്ടുവന്നിട്ടുണ്ട്. എന്തിനാ? അതൊരു മന്ത്രവാദാ. മന്ത്രവാദോ? ഈ ഏലസ് കെട്ടിയ സർവ്വവിധ ഐശ്വര്യം ഉണ്ടാവും. ശത്രുസംഹാരമാണ് ഇതിന്റെ മുഖ്യ ലക്ഷ്യം. ഈ ഏലസ് കെട്ടിയ ചേച്ചിയുടെ ശല്യങ്ങളൊക്കെ തീരും. ഈ പെണ്ണും പിള്ളേരും ഒക്കെ ശല്യം. പിന്നെ ഒരു ശല്യം ഉണ്ടാവത്തില്ലെന്നേ. ഞാൻ പറയുന്ന കേക്ക്. കുളിച്ച് ശുദ്ധിയോടെ വേണം ഇത് കെട്ടാൻ. ഞാനൊന്ന് കുളിച്ചിട്ട് ശുദ്ധിയോടെ വരാം. നീ ഇവിടെ വെച്ചിട്ട് വെക്കോ. ആ സിനിമാ തിയേറ്ററുകാരുടെ കയ്യിൽ നിന്നും രക്ഷപ്പെടാൻ ഇതേ ഒരു രക്ഷയുള്ളൂ. ഇതോടെ എന്റെ സമയം ഒന്ന് കലങ്ങി തെളിയും. കൊത്തി കൊത്തി മുറത്തി കയറി കൊത്താറായോടാ. നിനക്ക് പ്രേമിക്കാൻ എന്റെ മോളെ മാത്രമേ കിട്ടിയുള്ളൂ. ഈ രക്ഷ എനിക്ക് രക്ഷയല്ല. ഇതഴിച്ച് പുറത്തേക്ക് പോട്ട് കൊണ്ടുപോ.